ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെ ലാബ് പ്രാക്ടിക്കൽസ് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് കാണാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ജിയോജിബ്ര ക്ലാസിക് എന്ന സൈറ്റ് എടുക്കുക. തുടർന്ന് നമ്മൾ കാണുന്ന ഇൻ്റർഫേസ് ആണിത്. ജിയോജിബ്രയുടെ ഓൺലൈൻ വേർഷനാണിത്. മാത്തമാറ്റിക്സിന് മോഡൽ എക്സാമിന് വന്ന ചോദ്യമാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അവിടുത്തെ ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻസ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എൻ്റർ ചെയ്യണം. എന്നിട്ട് ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്ട് ചെയ്യണം. സോ ഞാനവിടെ കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്തു. നമ്മുടെ കണ്ടീഷൻ x+y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. എന്നിട്ട് ആൻഡ് എന്നടിക്കുക. ആൻഡ് എന്ന് പറയുന്നത് രണ്ട് കൺസ്ട്രെയിൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് കമ്പൈൻ ചെയ്തു. ദെൻ അടുത്തത് 2x+y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നടിച്ചു. ആൻഡ് എന്നടിക്കുക. ആൻഡ് കമ്പൈൻ ചെയ്തു. ദെൻ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ 0 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നടിക്കുക. എന്നിട്ട് ആൻഡ് എന്നടിക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 0. സോ ഈ കാണുന്നതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണ്. ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക കോർണർ പോയിന്റിലാണ് എന്ന് നമുക്കറിയാം. സോ കോർണർ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. കോർണർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കമാൻഡ് അടിക്കുക കോർണർ ഓഫ് റീജിയൻ്റെ പേര് എ എന്നാണ്. സോ കോർണർ ഓഫ് എ എന്നടിച്ചു, എൻ്റർ ചെയ്തു. 4 കോർണർ പോയിന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കോർണർ പോയിന്റ് കിട്ടിയിരിക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് ആൻസർ ഷീറ്റിൽ എഴുതുക. എ ഈക്വൽ ടു 20, 24, ബി ഈക്വൽ ടു 06, സി ഈക്വൽ ടു 40 ആൻഡ് ഡി ഈക്വൽ ടു 00. 4 കോർണർ പോയിന്റ് കണ്ടുപിടിച്ചു. ദെൻ അടുത്തത് ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണെന്ന് എഴുതണം. 7x - 4y ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, കോർണർ പോയിന്റ് ടേബിളിൽ ഫസ്റ്റ് കോളത്തിൽ എഴുതുക. സെക്കൻഡ് കോളത്തിൽ 7x - 4yയുടെ വാല്യൂ എന്താണെന്ന് എഴുതുക. അത് ചെയ്യുന്നതിന് എളുപ്പത്തിന് നമുക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡറിൻ്റെ പേര് സി എന്ന് കൊടുക്കുകയാണ്. സ്ലൈഡർ സി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. സി ആണ് സ്ലൈഡർ. ദെൻ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -20 എന്ന് സെറ്റ് ചെയ്യുക. മാക്സിമം വാല്യൂ 100 ഓർ 200. ദെൻ ഇൻക്രിമെൻറ്റ് 0.5 എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. കൊടുക്കുന്നത് ഓരോ പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നത് 0.5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ സ്ലൈഡർ മൂവ് ചെയ്യുന്നു. സ്ലൈഡർ മൂവ് ഒരു ചേഞ്ചും വന്നിട്ടില്ല, കാരണം നമ്മൾ സ്ലൈഡറിന് ഉപയോഗിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് സ്ലൈഡറിൻ്റെ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. 7x - 2y ഈക്വൽ ടു സ്ലൈഡർ സി എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ 7x - 2y ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. സെറ്റിങ്സിൽ പോവുക, കളറിൽ പോവുക. ദെൻ കളർ റെഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണ്. അത് നമ്മുടെ റീജിയൻ്റെ അകത്താണ്. സോ ഇതിൽ മാക്സിമം വാല്യൂ ഏതാണ്, മിനിമം വാല്യൂ ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കുറച്ച് കൊണ്ടുവന്നു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇപ്പോഴുള്ളത് -12 ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ -12. അത് ബി എന്ന് പറയുന്ന കോർണർ പോയിന്റാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന കോർണർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് -12 എന്ന് ടേബിളിൽ എഴുതുക. ദെൻ അടുത്ത പോയിന്റിൽ ഡി എന്ന് പറയുന്ന കോർണർ പോയിന്റ് 00, അവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ സി ഈക്വൽ ടു 0 ആണെന്ന് കാണാം. ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കാണാം, ഇവിടെയും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. അടുത്ത പോയിന്റ് കോർണർ പോയിന്റ് എയിൽ എത്തിച്ചിരിക്കുന്നു. എയിലെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണെന്ന് കാണാം. ദെൻ അടുത്ത കോർണർ പോയിന്റ് സി എന്ന് പറയുന്ന കോർണർ പോയിന്റിൽ 40 വാല്യൂ എന്ന് പറയുന്നത് 28. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 28 ആണെന്നും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്നും കണ്ടു. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് അവിടെ എഴുതാനുള്ളത്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0 അല്ല, സോറി, മാക്സിമം വാല്യൂ 28, മിനിമം വാല്യൂ -12 ആണ്. ആ വാല്യൂ നോട്ട് ചെയ്യാം. മാക്സിമം 28, മിനിമം -12. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 5x + 4y ആണ്. ദെൻ കൺസ്ട്രെയിൻസ് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസ് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്ട് ചെയ്യണം. ഞാനിവിടെ കോപ്പി ചെയ്തു. ഈ റീജിയൻ ഒറ്റയടിക്ക് മൊത്തം കോപ്പി ചെയ്തു. കോപ്പി ചെയ്യുക. ദെൻ ഇവിടെ
പേസ്റ്റ് ചെയ്യുക. ഓരോന്നും കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് വായിച്ച് നോക്കുക. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. ആൻഡ് എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 0. സോ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ഇവിടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് അല്ല. സോ മാക്സിമം അല്ലെങ്കിൽ മിനിമം എക്സസൈസ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സ്ലൈഡർ മൂവിയാണ്. കോർണർ പോയിന്റ് 2 പോയിന്റാണ് എയും ബിയും. കോർണർ പോയിന്റ് ഏതൊക്കെയാണ് നോട്ട് ചെയ്യുക. എ ഈക്വൽ ടു 2.5 1.5, ബി ഈക്വൽ ടു ഈ പോയിന്റുമാണ്. ബി എന്ന് പറയുന്നത് 40. രണ്ട് പോയിന്റിലെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോർണർ പോയിന്റിൽ നമുക്ക് എ എന്ന് പറയുന്ന കോർണർ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മളിവിടെ മാറ്റേണ്ടതുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5x+4y ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൂടെ മാറ്റി കൊടുക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതിന് പകരം നമ്മുടെ പുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ടു സി. ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ലൈഡർ മൂവിയാണ്. സോ ഇപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 18.5 ആണ്. എ എന്ന് പറയുന്ന പോയിന്റിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ 18.5, ബിയിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ 20. ഓക്കെ, സ്ലൈഡർ മൂവ് ചെയ്യുക. സോ ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം വാല്യൂ 20 എന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ അതിൽ കൂടുതലായിട്ടുള്ള വാല്യൂസ് നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ അകത്തുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എന്ന് പറയുന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ മാക്സിമം വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ്. മിനിമം വാല്യൂ 18.5 ആണ് നമുക്ക് കിട്ടിയത്. ഫീസിബിൾ റീജിയൻ്റെ അകത്ത് 18.5നേക്കാൾ ചെറിയ വാല്യൂസ് ഇല്ല എന്ന് കാണുക. സോ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 18.5. ഇത്രയും കാര്യങ്ങളാണ് ഈ ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ടത്. നമ്മൾ 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 8 മാർക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. താങ്ക് യു.